ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് ഉണർത്തിക്കുന്നത്? ഇതിനോടൊക്കെ എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത്? പൊതുവേദിയിൽ പോട്ടെ, മനസ്സിൽ എന്ത് തോന്നി അപ്പോഴൊക്കെ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അതൊന്നും എന്നെ ബാധിക്കാറില്ല. അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവരവരുടേതായ വഴിക്ക് പോകുന്നു. അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല. എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും. മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ, എത്ര മനധൈര്യത്തോടുകൂടി, എത്ര ധൈര്യത്തോടുകൂടി, എത്ര ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം നേരിട്ടു? ഇതിനൊക്കെയുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത, നമ്മുടെ ജനതയുടെ പ്രത്യേകത. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ശ്രദ്ധിച്ചോ, ഇത് പറഞ്ഞപ്പോൾ എൻ്റെ സ്നേഹിതൻ അബ്ദുൽ വഹാബ് തലകുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുൽ വഹാബ് പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്. ഓൾഡ് കൈരളി ഡേയ്സ്